ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു എയർക്രാഫ്റ്റിനെ കുറിച്ചാണ്. അമേരിക്കൻ എയർഫോഴ്സിൻ്റെ സ്ട്രാറ്റജിക് ബോംബറായ B-1 ലാൻസർ. അപ്പോൾ നമുക്കറിയാം, അമേരിക്കയുടെ പക്കൽ 3 ബോംബർ വിമാനങ്ങളാണുള്ളത്. ഒന്ന് വിഖ്യാതമായ B-52 എന്ന ഇതിഹാസം, രണ്ടാമത്തത് B-2 സ്പിരിറ്റ് എന്ന സ്റ്റെൽത്ത് ബോംബർ, പിന്നെ B-1 ലാൻസർ. അപ്പോൾ B-52 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും ബാറ്റിൽ പ്രൂവണായ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബാറ്റിൽ പ്രൂവണായിട്ടുള്ള ബോംബർ വിമാനമാണ് B-52. അതായത് B-52 എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു ഭീമാകാരൻ വിമാനമാണ്. ആകാശത്തിലെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം മഹാസൈന്യങ്ങളുടെ പോരാട്ട വീര്യം ചോർത്തി അവരെ ആയുധം വെപ്പിച്ച് കീഴടക്കാൻ മാത്രം ശക്തനായ വിമാനം, അത്ര കണ്ട് ചരിത്രം പേറുന്ന ഒരു ഇതിഹാസം. എന്നാൽ മറുവശത്ത് B-2 സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ B-2 സ്പിരിറ്റ് തൻ്റെ സാന്നിധ്യം കൊണ്ടല്ല ശത്രുക്കളെ അമ്പരിപ്പിക്കുന്നത്, തൻ്റെ അസാന്നിധ്യം കൊണ്ടാണ്. അതായത് ലോകത്തിലെ ഒരേ ഒരു സ്റ്റെൽത്ത് ബോംബറാണ് B-2 സ്പിരിറ്റ്. ശത്രുവിൻ്റെ എയർ സ്പേസിലേക്ക് ഒരു ഇളങ്കാറ്റ് പോലെ കടന്നു എന്ന് മഹാവിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബർ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ 2 വിമാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അമേരിക്കൻ സൈനികർ ബോൺ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന B-1 ലാൻസർ എന്ന ബോംബർ. അതായത് സൂപ്പർസോണിക് ഫൈറ്ററിൻ്റെ സ്പീഡും അജിലിറ്റിയും B-52 ബോംബറിലേക്ക് സന്നിവേശിപ്പിച്ചാൽ എന്തുണ്ടാകുമോ അതാണ് B-1 ലാൻസർ. അതായത് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ സൂപ്പർസോണിക് സ്ട്രാറ്റജിക് ബോംബറായ B-1 ലാൻസർ. അപ്പോൾ B-1 ലാൻസറിൻ്റെ കഥ ആരംഭിക്കുന്നത് ഏതാണ്ട് 50കളുടെ അവസാനത്തോടുകൂടിയാണ്. അതായത് ഈ 50കളുടെ അവസാനത്തോടുകൂടെ അതുവരെ മാരകമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന പല എയർക്രാഫ്റ്റുകളും നിഷ്പ്രഭമാകാൻ തുടങ്ങി. കാരണം ഈ കാലഘട്ടത്തിലാണ് സർഫസ് ടു എയർ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളുടെ വരവോടുകൂടി, അല്ലെങ്കിൽ ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളുടെ വരവോടുകൂടി ആകാശ യുദ്ധങ്ങൾക്ക് പുതിയൊരു മാനം കൈവന്നു. അതായത് ആകാശം അതുവരെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന യുദ്ധവിമാനങ്ങൾക്ക് അവരുടെ സംരക്ഷണ കവചം നഷ്ടപ്പെട്ട അവസ്ഥയായി. അതായത് ശൂന്യാകാശത്തിൻ്റെ അതിര് പറ്റി പറക്കുന്ന U-2 സ്പിരിറ്റ് പോലുള്ള അമേരിക്കയുടെ ചാരവിമാനങ്ങൾ പോലും ഈ മിസൈലുകളുടെ പ്രഹരമേറ്റ് നിലംപതിക്കാൻ തുടങ്ങി. ആ അവസ്ഥയിൽ B-52 പോലുള്ള ഭീമാകാരൻ ബോംബറുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ ഒരു അവസ്ഥയിൽ വിമാനങ്ങളെ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കാൻ പല രാജ്യങ്ങളും പല തന്ത്രങ്ങളും പറ്റി. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ടെറൈൻ മാസ്കിംഗ് ആണ്. ടെറൈൻ മാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനങ്ങൾ ഭൂമിയോട് വളരെ ചേർത്ത് വളരെ താഴ്ത്തി പറത്തുക എന്നാണ്. അപ്പോൾ വിമാനങ്ങൾ വളരെ താഴ്ത്തി പറത്തുമ്പോൾ, അതല്ലെങ്കിൽ മലമടക്കുകളിലെയും താഴ്വരകളിലെയും കുന്നും ചെരിവുകളിലേക്കും മറപറ്റി വിമാനങ്ങൾ പറത്തുമ്പോൾ അവയെ റഡാറുകൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ റഡാറുകൾക്ക് ഒരു വിമാനത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വിമാനങ്ങൾക്ക് നേരെ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ പ്രയോഗിക്കുക അസാധ്യമാണ്. അപ്പം അമേരിക്കയുടെ മറ്റും വളരെ വിദഗ്ധരായ പൈലറ്റുകൾ ഈ B-52 പോലെയുള്ള ഭീമാകാരൻ ബോംബറുകൾ പോലും ഇതുപോലെ ടെറൈൻ മാസ്കിംഗ് നടത്തി വളരെ വിജയകരമായി പറത്തുകയുണ്ടായി. പക്ഷേ ഇതൊരു ശാശ്വതമായ പരിഹാരമായിരുന്നില്ല. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ള അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ആവശ്യത്തിൻ്റെ ഫലമായാണ് B-58 ഹസ്ലർ പോലെയുള്ള സൂപ്പർസോണിക് ബോംബർ വിമാനങ്ങൾ പിറവിയെടുക്കുന്നത്. അപ്പോൾ 1960-ലാണ് B-58 ഹസ്ലർ എന്ന ബോംബർ വിമാനം സർവീസിൽ പ്രവേശിക്കുന്നത്. സർവീസിൽ പ്രവേശിച്ച് ഏതാണ്ട് 10 വർഷക്കാലം ഇത് സർവീസ് നടത്തിക്കൊണ്ടായി. അങ്ങനെ 1970-ൽ B-58 ഹസ്ലർ സർവീസിൽ നിന്ന് വിരമിക്കുന്നു. Mark 2 സ്പീഡിൽ പറക്കുന്ന ഒരു ബോംബർ വിമാനം ഉപയോഗിക്കുന്നുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഈ ഹസ്ലർ വിമാനത്തിൻ്റെ സേവനകാലം വെറും 10 വർഷമായി ചുരുങ്ങിപ്പോയത്. അപ്പോഴും B-52 പ്രത്യേകിച്ച് വലിയ പരിക്കുകളൊന്നും കൂടെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു കാലഘട്ടം ആയപ്പോഴത്തേന് 70കളൊക്കെ ആയപ്പോഴത്തേന് അമേരിക്കൻ പൈലറ്റുകൾ ഈ B-52 ഉപയോഗിച്ച് ടെറൈൻ മാസ്കിംഗ് നടത്തി അതിവിദഗ്ധമായി ശത്രുപാളയങ്ങളിലേക്ക് കടന്നു കയറി ബോംബിംഗ് നടത്താൻ പ്രാപ്തരായി കഴിഞ്ഞിരുന്നു. അതായത് B-52 അതിൻ്റെ പൈലറ്റുകളും അത്ര കണ്ട് എക്സ്പേർട്ടുകളായി മാറിക്കഴിഞ്ഞിരുന്നു 70കളൊക്കെ ആയപ്പോഴത്തേക്കിന്. അതായത് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർസോണിക് ബോംബർ വിമാനമായ, അതായത് Mach 2 സ്പീഡിൽ പറക്കുന്ന ബോംബർ വിമാനമായ B-58 ഹസ്ലർ ഒരു വിജയമാകാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗികമായ പരാജയമായി പോയതുകൊണ്ട് അമേരിക്ക വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗം വിമാനങ്ങൾക്ക് ജന്മം നൽകി. അവയെ അറിയപ്പെടുന്നത് പെനിട്രേറ്റേഴ്സ് എന്നാണ്. പെനിട്രേറ്റേഴ്സ് ബേസിക്കലി ഇവ ഫൈറ്റർ ബോംബറുകളാണ്. പക്ഷേ ഇവയ്ക്ക് വളരെ വിദഗ്ധമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ട് ലോ ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് നടത്താൻ സാധിക്കും. അതായത് ഈ ടെറൈൻ മാസ്കിംഗ് എന്ന് പറയുന്ന പരിപാടി വളരെ എഫിഷ്യൻ്റായിട്ട് നടത്തി ശത്രുവിൻ്റെ റഡാർ ഡിഫൻസ് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇവയെ പെനിട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വിമാനം F-111 ഫൈറ്റർ ബോംബറാണ്. എന്നാൽ അപ്പോഴും US എയർഫോഴ്സ് കൊതിച്ചിരുന്നത് B-58ൻ്റെ സ്പീഡും B-52ൻ്റെ പ്രാക്ടിക്കാലിറ്റിയുമുള്ള ഒരു വിമാനത്തിന് വേണ്ടിയാണ്, ഒരു ബോംബർ വിമാനത്തിന് വേണ്ടിയാണ്. അങ്ങനെ അഡ്വാൻസ് മാൻഡ് സ്ട്രാറ്റജിക് എയർക്രാഫ്റ്റ് AMSA പ്രോഗ്രാം എന്നൊരു ബ്ലാക്ക് പ്രോജക്റ്റ് ആരംഭിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം F-111 പോലെ പറക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിക് ബോംബർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു സൂപ്പർസോണിക് സ്ട്രാറ്റജിക് ബോംബർ.
അങ്ങനെ ഈ AMSA പ്രോജക്റ്റ് ആരംഭിക്കുന്നു. പക്ഷേ ഈ AMSA പ്രോജക്റ്റ് അനന്തമായി നീണ്ടു പോവുകയാണ് ചെയ്തത്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം ഏതാണ്ട് ഈ സമയമായപ്പോഴത്തേന് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBMകൾ അല്ലെങ്കിൽ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള കാര്യങ്ങളൊക്കെ വ്യാപകമാകാൻ തുടങ്ങി. അതോടുകൂടി ബോംബർ വിമാനങ്ങൾ എന്നത് ഒരു അനാവശ്യ ആഡംബരമാണെന്നുള്ളൊരു കൺസെപ്റ്റ് ലോകത്താകമാനമുള്ള സൈന്യങ്ങൾക്കിടയിൽ, എയർഫോഴ്സുകളുടെ ഇടയിൽ വ്യാപിക്കാൻ തുടങ്ങി. അക്കാലത്ത് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി റോബർട്ട് മക്നമേര ഈ വാദത്തിൻ്റെ ഒരു വക്താവ് തന്നെയായിരുന്നു. അദ്ദേഹം ഈ ICBMൻ്റെ ഒരു സപ്പോർട്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ AMSA പ്രോഗ്രാമിൻ്റെ ഫണ്ടിങ് ഒക്കെ ചുരുക്കി. അതുതന്നെയല്ല, ഈ AMSA പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ബോംബർ നിർമ്മിക്കാനുള്ള പ്രോഗ്രാമല്ല, ഇത് വെറും ഒരു ഡിഫൻസ് റിസർച്ച് പ്രോജക്റ്റ് മാത്രമാണെന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് കാറ്റഗറൈസ് ചെയ്തു. അതായത് ഈ പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ, ഈ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനമായി ലഭിക്കുന്ന റിസൾട്ടുകൾ ഉപയോഗിച്ച് B-52 ബോംബറിനെ അപ്ഗ്രേഡ് ചെയ്യുക മാത്രമാണ് ഈ പ്രോജക്റ്റിന് ലക്ഷ്യമായിട്ട് റോബർട്ട് മക്നമേര അസൈൻ ചെയ്തത്. പക്ഷേ ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യത്തിൽ പോലും എത്തിയില്ല. ഏതാണ്ട് 60കളുടെ അവസാനത്തോടുകൂടി ഈ AMSA പ്രോഗ്രാം പൂർണ്ണമായും അവസാനിപ്പിച്ചു. പക്ഷേ അധികം താമസിയാതെ തന്നെ അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് റിച്ചാർഡ് നിക്സൺ അധികാരത്തിലേക്ക് വരികയാണ്. റിച്ചാർഡ് നിക്സൺ ഈ പ്രോഗ്രാം വീണ്ടും പൊടി തട്ടിയെടുത്തു. അതായത് AMSA പ്രോഗ്രാം എന്ന രീതിയിലല്ല, ഇത് B-1A പ്രോഗ്രാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്കൻ എയർഫോഴ്സ് B-1A എന്ന പേരിൽ പുതിയൊരു ബോംബറിൻ്റെ പ്രോട്ടോടൈപ്പുകൾ ക്ഷണിച്ചു. ഇതിന് പകരം ബോയിങ്, അതുപോലെ ജനറൽ ഡൈനാമിക്സ്, പിന്നെ നോർത്ത് അമേരിക്കൻ റോക്ക്വെൽ, ഈ 3 വിമാന നിർമ്മാതാക്കളാണ് പ്രോട്ടോടൈപ്പുകൾ സമർപ്പിച്ചത്. അങ്ങനെ ഏതാണ്ട് 1970 നോർത്ത് അമേരിക്കൻ റോക്ക്വെല്ലിന് ഈ പ്രോജക്റ്റ് അവാർഡ് ചെയ്യുന്നു. അപ്പോൾ ഈ B-1A പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നോർത്ത് അമേരിക്കൻ റോക്ക്വെൽ സമർപ്പിച്ച പ്രോട്ടോടൈപ്പ് കാഴ്ചയിൽ ഏതാണ്ട് നമ്മുടെ B-1 ലാൻസർ പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ഇത് B-1 ലാൻസറിനേക്കാളും വളരെയധികം മുന്നിലായിരുന്നു. വേരിയബിൾ സെപ്റ്റ് വിങ് ഡിസൈനിലുള്ള ഈ ഒരു എയർക്രാഫ്റ്റിന് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാക് 2 സ്പീഡിലും അതുപോലെ ലോ ആൾട്ടിറ്റ്യൂഡിൽ 1.2 മാക് സ്പീഡിലും പറക്കാൻ സാധിക്കുമായിരുന്നു. ഇതിൻ്റെ കോസ്റ്റായിട്ട്, അതായത് 1970 ഇതിൻ്റെ നിർമ്മാണ ചിലവായിട്ട് കണക്കാക്കിയിരുന്നത് ഏതാണ്ട് $40 മില്യൺ. അപ്പോൾ ഈ $40 മില്യൺ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ സ്റ്റാൻഡേർഡ് വെച്ച്, 70കളുടെ സ്റ്റാൻഡേർഡ് വെച്ച് ഒരു വലിയ സംഖ്യ തന്നെയായിരുന്നു. അതായത് ഈ വിമാനത്തിൻ്റെ നിർമ്മാണ ചിലവ് ഇത്രയധികം വർദ്ധിക്കാൻ കാരണം ഇതിൻ്റെ ഡിസൈനിലുള്ള കോംപ്ലിക്കേഷനാണ്. അതായത് സാധാരണ ഒരു വിമാനത്തിന് അപകടം പറ്റിയാൽ പൈലറ്റുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇജക്ഷൻ സീറ്റുകളും മറ്റും ഉണ്ടായിരിക്കും. പക്ഷേ ഈ വിമാനത്തിൽ ഇജക്ഷൻ സീറ്റുകളില്ല, ഇജക്ഷൻ ക്യാപ്സ്യൂളാണുള്ളത്. അതായത് ഈ വിമാനത്തിന് അപകടം പറ്റുകയാണെങ്കിൽ കോക്ക്പിറ്റ് ഉൾപ്പെടെയുള്ള ഭാഗം ഒരു ക്യാപ്സ്യൂളായിട്ട് അടർന്നു മാറി ഇജക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്നത്. ആ ഡിസൈൻ്റെ മികവ് വെച്ച് അമേരിക്കൻ എയർഫോഴ്സ് അക്കാലത്ത് കണക്കാക്കിയിരുന്നത് ഈ വിമാനം ഉപയോഗിച്ച് B-52നെയും അതുപോലെ B-58 ഹസ്ലറിനെ ഒരുപോലെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ആദ്യം ഡിസൈൻ മികവായി കണക്കാക്കപ്പെട്ട പല കാര്യങ്ങളും പിന്നീട് അതിൻ്റെ പോരാഴികയായിട്ട് മാറി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുകയും ഉണ്ടായി. അതായത് 1970 ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞില്ല $40 മില്യൺ ആയിരുന്നു. 74 ആയപ്പോഴത്തേന് ഇത് $70 മില്യൺ വർദ്ധിച്ചു. ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിച്ചതോടുകൂടി റോക്ക്വെല്ലിൻ്റെ എഞ്ചിനീയർമാർ ഇതിൻ്റെ ഡിസൈനിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. അതായത് ഇജക്ഷൻ ക്യാപ്സ്യൂൾ എന്നുള്ള ആ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അവിടെ ഇജക്ഷൻ സീറ്റുകൾ വെച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തു. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ 2 മാക് സ്പീഡിലും അതുപോലെ ലോ ഓൾട്ടിറ്റ്യൂഡിൽ 1.2 മാക് സ്പീഡിലും പറക്കാൻ ശേഷിയുള്ള ഒരു വിമാനമായിരുന്നു B-1A. പക്ഷേ 1974 ആയപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്തി ഇതിൻ്റെ മാക്സിമം സ്പീഡ്, അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 1.2 മാക് സ്പീഡും അതുപോലെ ലോ ഓൾട്ടിറ്റ്യൂഡിൽ 0.8 മാക് സ്പീഡുമായി കുറച്ചു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഈ സ്പീഡ് ഇങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ വിമാനത്തിൻ്റെ എയർ ഫ്രെയിമിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ വിമാനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് റോക്ക്വെല്ലിൻ്റെ ഡിസൈനേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ കണക്കാക്കി പോന്നിരുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിച്ചതിന് വേറെയും പല ആഗോള നിലവാരത്തിലുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ഏതായാലും 1974 നിന്നും കാലം 1977 ഈ വിമാനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് $100 മില്യൺ വർദ്ധിച്ചു. തന്നെയുമല്ല, ഈ സമയമായപ്പോഴത്തേന് ഈ പറഞ്ഞ B-1A പ്രോഗ്രാമിന് പാരലായിട്ട് പല അഡ്വാൻസ് ഡിഫൻസ് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഡ്വാൻസ് ടെക്നോളജി ബോംബർ ATB എന്ന പേരിൽ നടന്നിരുന്ന ഡിഫൻസ് പ്രോജക്റ്റ്. ഈ ഡിഫൻസ് പ്രോജക്റ്റ് വളർന്നു വരുന്നതാണ് B-2 സ്പിരിറ്റ് എന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റെൽത്ത് ബോംബർ പിറവിയെടുക്കുന്നത്. തന്നെയുമല്ല, ഈ സമയമായപ്പോഴത്തേനും പല എയർ ലോഞ്ച് ക്രൂയിസ് മിസൈലുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതായത് എയർ ലോഞ്ച് ക്രൂയിസ് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ B-52 പോലുള്ള വലിയ വിമാനങ്ങൾ, വലിയ ബോംബർ വിമാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വലിയ വിമാനങ്ങളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ക്രൂയിസ് മിസൈലുകളാണ്. ഏതാണ്ട് ഈ സമയത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ റിച്ചാർഡ് നിക്സന്റെ ഭരണമൊക്കെ മാറി. ഈ സമയത്ത് അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്നത് ജിമ്മി കാർട്ടറാണ്. അപ്പോൾ ജിമ്മി കാർട്ടറിൻ്റെ ഉപദേഷ്ടാക്കൾ ഈ വിമാനത്തെക്കുറിച്ച്, നമ്മുടെ ഈ B-1A വിമാനത്തെക്കുറിച്ച് വളരെ കാര്യമായി പഠിക്കുകയും അക്കാലത്ത് ഇതിന് പാരലായിട്ട് നടന്നു പോകുന്ന പല പ്രോജക്റ്റുകൾ വിലയിരുത്തുകയും അതുപോലെ നമ്മുടെ ഈ എയർ ലോഞ്ച് ക്രൂയിസ് മിസൈലുകൾ പോലുള്ള പുതിയ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചും പഠനം നടത്തി. അതിൻ്റെ ഫലമായി ജിമ്മി കാർട്ടർ
ഈ പറഞ്ഞ B1A പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ സംഭവം, ഈ ഒരു കാര്യം കാർട്ടർക്ക് ഒരു പണിയായി മാറി. അതായത് കാർട്ടർക്കെതിരെ മത്സരിച്ച റൊണാൾഡ് റീഗൻ ഈ B1A പ്രോഗ്രാം കാർട്ടർ ക്യാൻസൽ ചെയ്തെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് പ്രസംഗവേദികളിൽ ഹൈലൈറ്റ് ചെയ്യുകയും അത് കാർട്ടർക്കെതിരെ രാജ്യഭാവമായ ഒരു ജനവികാരം ഉണരാനുള്ള കാരണമൊക്കെ ആയി തീർന്നു. അതായത് റീഗൻ പ്രസംഗിച്ചിങ്ങനെയാണ്: ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന പ്രസിഡന്റ് ഒരു തികഞ്ഞ പരാജയമാണ്. അയാളുടെ കീഴിൽ അമേരിക്ക ഒട്ടും സുരക്ഷിതമല്ല. നിങ്ങൾ കണ്ടില്ലേ, B1A എന്ന് പറയുന്ന ബോംബറിന്റെ ഡെവലപ്മെന്റ് പോലും അയാൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ ഭരണത്തിന് കീഴിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് ഒരു സംരക്ഷണം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലൊക്കെ റൊണാൾഡ് റീഗൻ പ്രചരണം നടത്തി. ഏതായാലും തെരഞ്ഞെടുപ്പിൽ കാർട്ടർ തോറ്റു. റൊണാൾഡ് റീഗൻ അമേരിക്കയുടെ പ്രസിഡന്റായി. അങ്ങനെ റീഗൻ ഭരണത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഈ വിമാനത്തിന്റെ പേര് പറഞ്ഞ് അങ്ങനെ പ്രചരണം നടത്തിയാണ്. അതുകൊണ്ട് തന്നെ റൊണാൾഡ് റീഗൻ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ വിമാനത്തിന്റെ ഈ B1 ബോംബിന്റെ നിർമ്മാണം ആരംഭിക്കാൻ നിർബന്ധിതനായി മാറി. അങ്ങനെ US എയർഫോഴ്സ് 100 B1 ബോംബറുകൾ നിർമ്മിക്കാനുള്ള കരാറ് ഓക്കലുമായി ഒപ്പിടുന്നു. അങ്ങനെ B1 ലാൻസർ എന്ന ബോംബർ വിമാനം ഒരു യാഥാർത്ഥ്യമായി മാറി. അപ്പോൾ എന്താണ് B1 ലാൻസർ എന്ന് ചോദിച്ചാൽ ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും: അമേരിക്കയുടെ സൂപ്പർസോണിക് ബോംബർ വിമാനമാണ് B1 ലാൻസർ. ഏതാണ്ട് 34,000 കിലോഗ്രാം ഭാരവും വഹിച്ചുകൊണ്ട് മാക് 1.2 സ്പീഡിൽ 9,400 കിലോമീറ്റർ നിർത്താതെ പറക്കാൻ ശേഷിയുള്ള ഒരു ബോംബർ വിമാനമാണ് B1 ലാൻസർ. അപ്പോൾ അമേരിക്കക്കാർ ഈ B1 എന്നുള്ള പേര് കൂട്ടി യോജിപ്പിച്ച് ബോൺ എന്നാണ് ഈ വിമാനത്തെ പൊതുവെ വിളിക്കാറുള്ളത്. ലാൻസർ എന്നുള്ള ആ പേര് പൊതുവെ അമേരിക്കൻ സൈനികർ ഉപയോഗിക്കാറില്ല. അപ്പോൾ 9,400 കിലോമീറ്റർ അതിൻ്റെ റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ 9,400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്യൂവൽ ഫില്ല് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ പറക്കാൻ പറ്റുന്ന ദൂരമാണ്. പക്ഷേ നമുക്കറിയാം ഈ വിമാനത്തിന് ഏരിയൽ റീഫ്യൂവലിംഗ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഈ വിമാനത്തിന് നിലത്തിറങ്ങാതെ ലോകം ചുറ്റാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഏതാണ്ട് 60,000 ഫീറ്റാണ് ഇതിൻ്റെ സർവീസ് സീലിംഗ്. 60,000 ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ യാത്രാവിമാനം പറക്കുന്നതിന് ഏതാണ്ട് ഇരട്ടി ഉയരത്തിൽ ഇതിന് പറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമിയുടെ വളരെ താഴ്ന്ന, അതായത് ഏതാണ്ട് 500 മീറ്റർ ഉയരത്തിൽ ഭൂമിയെ തൊട്ടില്ല എന്ന രീതിയിലും ഇതിന് പറക്കാൻ സാധിക്കും. അപ്പം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 1.2 മാക്കാണ്. അതേസമയം ലോ ഓൾട്ടിറ്റ്യൂഡിൽ വരുമ്പോഴത്തേന് നമുക്കറിയാം എയറിൻ്റെ ഡെൻസിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഈ സ്പീഡ് 0.8 മാക്കായിട്ട് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ജിയുടെ F101 എന്ന് പറയുന്ന ആഫ്റ്റർ ബേൺ ടർബോ ഫാൻ എഞ്ചിനാണ്. അപ്പോൾ ഈ F101 കുറിച്ച് പറയുകയാണെങ്കിൽ ജിയുടെ ആദ്യത്തെ ആഫ്റ്റർ ബേൺ കേപ്പബിലിറ്റിയുള്ള ടർബോ ഫാൻ എഞ്ചിനാണ്. ഈ എഞ്ചിനിൽ നിന്നാണ്, ഈ എഞ്ചിനെ അടിസ്ഥാനമാക്കിയാൽ ഈ എഞ്ചിനെ മോഡിഫൈ ചെയ്താണ് ജി F110 എന്ന് പറയുന്ന വിഖ്യാതമായ എഞ്ചിൻ നിർമ്മിക്കുന്നത്. F110 എന്ന് പറയുന്നത് നമുക്കറിയാം ഇതാണ് F60 എഞ്ചിൻ. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ജിയുടെ F101 എന്ന് പറയുന്ന ആഫ്റ്റർ ബേൺ ടർബോ ഫാൻ എഞ്ചിനാണ്. ഒന്നല്ല 4 എഞ്ചിനുകൾ. അത് ചുരുക്കി പറയാൻ 4 F16 വിമാനങ്ങൾ ഒന്നിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ത്രസ്റ്റാണ് ഈ വിമാനം ഒറ്റയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ B1 ലാൻസർ എന്ന് പറയുന്ന ഈ വിമാനത്തിന് മാക് 1.2 സ്പീഡിൽ ഇത്രയും ഭാരവും വഹിച്ചുകൊണ്ട് നിഷ്പ്രയാസം പറക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു വേരിയബിൾ സെപ്റ്റ് വിങ് ഡിസൈനിലുള്ള വിമാനമാണ്. അപ്പോൾ വേരിയബിൾ സെപ്റ്റ് വിങ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ടോം കാറ്റ് വിമാനത്തിൻ്റെ കാര്യത്തിൽ കണ്ടു, ചിറക് പൂർണ്ണമായിട്ടും വിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പുറകോട്ട് മടക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റ് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഈ ചിറക് മാക്സിമം തുറന്ന് ലിഫ്റ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ലിഫ്റ്റല്ല, സ്പീഡാണ് വേണ്ടതെങ്കിൽ ഈ ചിറകുകൾ മാക്സിമം പുറകോട്ട് മടക്കി ഒരു ഡെൽറ്റ വിങ് രീതിയിലാക്കി വളരെ വലിയ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ B1 ലാൻസറിൻ്റെ കോക്പിറ്റിൽ ചിറകിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒരു ലിവർ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇന്ന് അമേരിക്ക ഉപയോഗിക്കുന്ന ഒരേ ഒരു വേരിയബിൾ സെപ്റ്റ് വിങ് എയർക്രാഫ്റ്റുമാണ് B1 ലാൻസർ. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ മറ്റേ എലിമെൻറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 45 മീറ്റർ ലെങ്തും ഏതാണ്ട് 42 മീറ്റർ വിങ് സ്പാനുമുള്ള ഒരു ഭീമാകാരൻ എയർക്രാഫ്റ്റാണ് B1 ലാൻസർ. അതുപോലെ ഇതിൻ്റെ MD വെയിറ്റ് ഏതാണ്ട് 87,000 കിലോഗ്രാമും അതുപോലെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 2,16,000, കൃത്യമായിട്ട് പറഞ്ഞാൽ 2,16,364 കിലോഗ്രാമുമാണ്. അപ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അജിലിറ്റിയുടെ കാര്യത്തിലും B1 ലാൻസർ ഒരു ഫൈറ്ററുമായി കിടപിടിക്കുന്ന ബോംബർ വിമാനമാണ്. അതിന് പ്രധാന കാരണം ഇതിൻ്റെ വേരിയബിൾ സെപ്റ്റ് വിങ് ഡിസൈനാണ്. ഒപ്പം ഇതിൽ വളരെ യൂണീക്കായ മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട്. അതായത് ഇതിൻ്റെ ടെയിൽ ഫിന്നിൽ, അതായത് വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ഭാഗമായിട്ട് 2 ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറുകളോട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, ടെയിൽ എന്ന് വിളിക്കുന്ന, വാലെന്ന് നമ്മൾ വിളിക്കുന്ന ആ സാധനത്തിൻ്റെ ഇരുവശത്തും 2 ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഴ്സ് കൂടിയുണ്ട്. ഈ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വിമാനത്തിന് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നൽകും. അതുമൂലം വളരെ അജൈലായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതായത് അജിലിറ്റിയുടെ കാര്യത്തിൽ നമ്മളൊരു ഫൈറ്ററിന് ഒപ്പം നിൽക്കുന്ന വിമാനമാണെന്ന് പറഞ്ഞു. ബാരൽ റോൾ പോലുള്ള എക്സ്ട്രീം മെനുവാലിറ്റി മൂവ് പോലും ഇത്രയും വലിയൊരു വിമാനത്തിന് നടത്താൻ സാധിക്കും.
അപ്പോൾ ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നത് 4 ക്രൂ മെമ്പേഴ്സ് ചേർന്നാണ്. അതായത് പൈലറ്റ്, കോ പൈലറ്റ്. ഇതിൽ പൈലറ്റിനെ വിളിക്കുന്നത് എയർക്രാഫ്റ്റ് കമാൻഡർ എന്ന പേരിലാണ്. ഈ എയർക്രാഫ്റ്റ് കമാൻഡർ ഒപ്പം വേറൊരു പൈലറ്റ്. ഇതുകൂടാതെ 2 വെപ്പൺ ഓഫീസേഴ്സ് കൂടി ഇതിലുണ്ട്. അതായത് ഒരു ഒഫൻസീവ് സിസ്റ്റം ഓപ്പറേറ്റർ ഉണ്ട്. അയാളാണ് ഈ വിമാനത്തിൽ നിന്നും ബോംബുകൾ ഡ്രോപ്പ് ചെയ്യുന്നതും അതുപോലെ മിസൈലുകൾ ഫയർ ചെയ്യുന്നതുമൊക്കെ. ഇതുകൂടാതെ ഈ V1 ലാൻസറിൻ്റെ സെൽഫ് ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിഫൻസീവ് സിസ്റ്റം ഓപ്പറേറ്റർ കൂടെ ഉണ്ട്. ഈ 2 പേരോട് ചേർന്നാണ് ഈ വിമാനത്തിൻ്റെ വെപ്പൺ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം V1 ലാൻസർ എന്ന് പറഞ്ഞാൽ ഒരു പക്കാ ബോംബറാണ്. ഒരു ബോംബറിൻ്റെ കഥ പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ ബോംബുകളെ കുറിച്ചുകൂടെ പറയണം. അപ്പോൾ ഇന്ന് ലോകത്ത് നിലവിലുള്ള ബോംബർ വിമാനങ്ങളിൽ ഏറ്റവും അധികം പേലോഡ് വഹിക്കാൻ സാധിക്കുന്നത് ഈ V1 ലാൻസർ എന്ന് പറയുന്ന ബോംബറിനാണ്. അതിപ്പം തുടക്കത്തിൽ V1 ലാൻസറിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇതിന് B-51 അല്ലെങ്കിൽ B-83 പോലെയുള്ള ന്യൂക്ലിയർ ബോംബുകൾ ക്യാരി ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ആണവ നിർവ്യാപന കരാറുകളിലേക്ക് ഫലമായിട്ട്, അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും അമേരിക്കയും USSR തമ്മിൽ ഒപ്പിട്ട ന്യൂക്ലിയർ ട്രീറ്റുകളുടെയും ഫലമായിട്ട് B-1 ലാൻസറിനെ ഒരു നോൺ ന്യൂക്ലിയർ ബോംബറാക്കി മാറ്റി. അതായത് B-1 ലാൻസറിൽ ന്യൂക്ലിയർ ബോംബുകൾ ക്യാരി ചെയ്യാൻ ആവശ്യമായ ഹാർഡ് പോയിന്റുകളും അതുപോലെ ഡിസ്പെൻസറുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ എടുത്തു മാറ്റി. ഇനി B-1 ലാൻസർ എന്ന ബോംബറിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ B-1 ലാൻസറിൽ 3 ഇൻറ്റേർണൽ വെപ്പൺ ബേസിലായിട്ടാണ് ബോംബുകൾ ക്യാരി ചെയ്യുന്നത്. ഏതാണ്ട് ഒരേ സമയം 144 ബോംബുകൾ ക്യാരി ചെയ്യാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ 144 എന്ന് പറഞ്ഞാൽ മാക്സിമം കേപ്പബിലിറ്റിയാണ്. നമുക്കറിയാം ഈ 144 ബോംബുകളൊന്നും ഇതിൽ ക്യാരി ചെയ്യാൻ സാധിക്കത്തില്ല. പല വലുപ്പത്തിലും പല രൂപത്തിലും പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ബോംബുകളാണ് നമ്മൾ ഇതിൽ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഇതിൽ ക്യാരി ചെയ്യുന്ന പേലോഡിൻ്റെ അല്ലെങ്കിൽ ബോംബുകളുടെ എണ്ണത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇനി ബോംബുകളിലേക്ക് വരികയാണെങ്കിൽ GBU-39 സ്മോൾ ഡയമീറ്റർ ബോംബുകൾ, അതുപോലെ GBU-54 ലേസർ ഗൈഡഡ് ബോംബുകൾ, CBU-89 ഇതൊരു ക്ലസ്റ്റർ ബോംബാണ്, പിന്നെ MK-82 ജനറൽ പർപ്പസ് ബോംബ്, കൂടാതെ MK-62, MK-65 തുടങ്ങിയ നേവൽ മൈനുകൾ ഇവയൊക്കെ ഇതിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കും. ഈ 3 ഇൻറ്റേർണൽ വെപ്പൺ ബേ കൂടാതെ 6 എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റുകളും ഈ V1 ലാൻസറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹാർഡ് പോയിന്റുകളിൽ ബോംബുകളും ഒപ്പം മിസൈലുകളും ഈ വിമാനത്തിന് ക്യാരി ചെയ്യാൻ സാധിക്കും. അത് AGM-15C ആൻറ്റി ഷിപ്പ് മിസൈൽ, അതുപോലെ AGM-183 ഹൈപ്പർസോണിക് എയർ ടു ഗ്രൗണ്ട് മിസൈൽ, അതുപോലെ AGM-58 എയർ ടു സർഫസ് മിസൈൽ, AGM-54 ഗ്ലൈഡ് ബോംബുകൾ ഇവയൊക്കെ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റുകൾ ക്യാരി ചെയ്യുന്ന മിസൈലുകളും ബോംബുകളുമാണ്. ഇനി ഏവിയോണിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അമേരിക്കയുടെ വിമാനങ്ങളിലെ കോക്പിറ്റും ഏവിയോണിക്സും ഒക്കെ വളരെയധികം സൊഫസ്റ്റിക്കേറ്റഡ് ആണ്. നമുക്ക് ഈ പറഞ്ഞ വിമാനം, അതായത് ഏതാണ്ട് 70കളിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബോംബറാണ് ഈ പറഞ്ഞ V1 ലാൻസർ. സ്വാഭാവികമായും നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ എയർക്രാഫ്റ്റുകൾ, അതായത് ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റിലോ അല്ലെങ്കിൽ 4.5 ജനറേഷൻ എയർക്രാഫ്റ്റുകളിലോ ഒന്നും കാണുന്ന രീതിയിലുള്ള ഡിജിറ്റൽ കോക്പിറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വിമാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ വളരെയധികം ഡിജിറ്റൽ എക്യുപ്മെൻറ്റുകളുടെ ഉപയോഗം അല്ലെങ്കിൽ വളരെയധികം ഡിജിറ്റൽ സ്ക്രീനുകളുടെ സമുച്ചയം ഈ പറഞ്ഞ V1 ലാൻസറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏവിയോണിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റഡാർ സിസ്റ്റമാണ്. ഇതിൽ ഉപയോഗിക്കുന്ന റഡാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ AN/APQ-164 ഫോർവേഡ് ലുക്കിംഗ് പാസീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറാണ്. അതായത് ഇന്ന് ഫൈറ്ററിൽ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ അറേ റഡാർ എന്ന് വിളിക്കപ്പെടുന്ന AESA റഡാർ അല്ല ഇത്. ഇതൊരു പാസീവ് സ്കാനിങ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റഡാറാണ്. സ്വാഭാവികമായി 70കളിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബോംബർ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റഡാർ ഇന്നും ഇതിൽ സർവൈവ് ചെയ്യുന്നത്. കാരണം ഫൈറ്റർ വിമാനങ്ങളാണെങ്കിൽ അതിൻ്റെ ഏവിയോണിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന റഡാറുകളും മറ്റുമൊക്കെ വളരെ വലിയ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ ബോംബറുകളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാറില്ല. കാരണം ബോംബറുകൾ ഫൈറ്റർ വിമാനങ്ങളുടെ അകമ്പടിയോടെ വലിയൊരു ഫോർമേഷനിലൊക്കെ ആയിരിക്കും പറക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഡിസൈൻ സിസ്റ്റത്തിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. അപ്പോൾ ഈ റഡാർ മാത്രമല്ല, വളരെ പ്രിസൈസായിട്ട് അറ്റാക്ക് നടത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രിസൈസ്ഡായിട്ട് ബോംബിങ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ് നമ്മുടെ V1 ലാൻസർ. ഇതിൽ ഈ റഡാർ കൂടാതെ AN/ALQ-161 റഡാർ വാർണിംഗ് റിസീവറും റഡാർ ജാമറും ഇതിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ സ്നൈപ്പർ പോഡാണ്. ഇത് ടാർഗറ്റ് അക്വിസിഷനും വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള വെപ്പൺ ഗൈഡൻസിനും ഒക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് V1 ലാൻസറിൻ്റെ ഒറിജിനൽ ഓൺബോർഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. ഇതൊരു സെപ്പറേറ്റ് സിസ്റ്റമായിട്ട് ഇതിൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റുകളിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ സ്നൈപ്പർ പോഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം സെൻസറുകളുടെ ഒരു സമുച്ചയമാണ്. ഈ സെൻസർ സിസ്റ്റം വളരെ പ്രിസൈസായിട്ട് ബോംബിംഗ് നടത്താനും അറ്റാക്ക് നടത്താനും കേപ്പബിൾ ആക്കും. അതുകൊണ്ട് തന്നെ V1 ലാൻസർ എന്ന് പറഞ്ഞാൽ ക്ലോസ് എയർ സപ്പോർട്ടിംഗ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബോംബർ വിമാനമാണ്. അപ്പം ക്ലോസ് എയർ സപ്പോർട്ട് നടത്തേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈറ്റ് നടത്തി അറ്റാക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ സ്നൈപ്പർ പോഡ് എന്ന് പറയുന്ന ടാർഗറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം V1 ലാൻസറിൽ ഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ പറഞ്ഞു 1984 V1 ലാൻസർ എന്ന് പറയുന്ന ബോംബർ അമേരിക്കൻ എയർഫോഴ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമുക്കറിയാം V1 ലാൻസറിൻ്റെ ആദ്യ വേരിയൻ്റ് അല്ലെ ആദ്യ പ്രോട്ടോടൈപ്പ് അറിയപ്പെടുന്ന V1A എന്ന പേരിലായിരുന്നു. പക്ഷേ സൈന്യത്തിലേക്ക് ആദ്യം വന്ന അല്ലെങ്കിൽ US എയർഫോഴ്സിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ US എയർഫോഴ്സിൽ യഥാർത്ഥത്തിൽ ചേർന്ന V1 ലാൻസർ മോഡൽ എന്ന് പറഞ്ഞാൽ അത് B1B എന്ന് പറയുന്ന വേരിയൻ്റാണ്.
അപ്പോൾ 84 സർവീസ് വന്നെങ്കിൽ 91 നടന്ന ഗൾഫ് വാറിലൊന്നും നമ്മുടെ B1 ലാൻസർ പങ്കെടുത്തില്ല. B1 ലാൻസർ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാഖിൽ നടത്തിയ ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് എന്ന് പറയുന്ന സൈനിക നടപടിയാണ്. പിന്നീട് അങ്ങോട്ട് അമേരിക്ക നടത്തിയിട്ടുള്ള എല്ലാ ബോംബിംഗ് ക്യാമ്പയിനുകളിലും, അതായത് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ സിറിയ, അങ്ങനെ ഈ അടുത്ത കാലം വരെ അമേരിക്ക നടത്തിയിട്ടുള്ള എല്ലാ ബോംബിംഗ് ക്യാമ്പയിനുകളിലും നമ്മുടെ B1 ലാൻസർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 104ഓളം B1 ലാൻസർ ബോംബറുകളാണ് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളത്. കൂടാതെ B1R എന്ന പേരിൽ വളരെ ഹെവിലി അപ്ഗ്രേഡ് ചെയ്ത ഒരു B1 ലാൻസർ മോഡൽ ഉടൻ തന്നെ വരുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ചാർട്ടിൽ പറയുന്നത് നമ്മുടെ ആദ്യം വേരിയൻ്റ് ആയിട്ടുള്ള B1A ലാൻസറിനേക്കാളും കേപ്പബിളാണ് ഈ പറഞ്ഞ B1R എന്ന് പറയുന്ന വേരിയൻറ്റ്. അതായത് 2.2 മാക്ക് ആയിരിക്കും ഇതിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള മാക്സിമം സ്പീഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ മാക്സിമം സ്പീഡായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ ഇതിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എയർ ഫ്രെയിമിൽ ഇപ്പം നിലവിലുള്ള B1 ലാൻസറിനേക്കാളും കൂടിയ അളവിൽ ടൈറ്റാനിയം ഉപയോഗിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. തന്നെയല്ല ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലും മാറ്റം വരുന്നുണ്ട്. അതായത് ജിയുടെ F101 എഞ്ചിന് പകരമായി പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ F119 എഞ്ചിൻ ഉപയോഗിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഈ പ്രാറ്റ് ആൻഡ് വിറ്റ്നി F119 എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള F-22 റാപ്റ്ററിൽ ഉപയോഗിക്കപ്പെടുന്ന എഞ്ചിനാണ്. തന്നെയല്ല ഈ പറഞ്ഞ ബോംബറിൽ നിന്നും എയർ ടു സർഫസ് മിസൈലുകൾ മാത്രമല്ല ഒരു ഫൈറ്ററിന് സമാനമായ രീതിയിൽ എയർ ടു എയർ മിസൈലുകളും അതുപോലെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഒക്കെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏവിയോണിക്സിൻ്റെ കാര്യത്തിലും വളരെ വലിയ അപ്ഗ്രേഡേഷൻ വരും. അതായത് നമ്മൾ ഈ പറഞ്ഞ AN/APQ റഡാറിൻ്റെ സ്ഥാനത്ത് പുതിയൊരു AESA റഡാർ ഉപയോഗിക്കപ്പെടും. അപ്പം പറഞ്ഞു വരുമ്പോൾ രൂപത്തിൻ്റെ കാര്യത്തിൽ ഇത് B1 ലാൻസറിന് സമാനമാണെങ്കിലും കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം അഡ്വാൻസ് ആയിരിക്കും നമ്മുടെ ഈ പുതിയ B1 ലാൻസർ മോഡലായിട്ടുള്ള B1R ലാൻസർ. പക്ഷേ ഇത് എന്ന് സർവീസിലേക്ക് വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ഇന്നും അവൈലബിൾ അല്ല. പക്ഷേ 2036 വരെ ഈ B1 ലാൻസർ എന്ന് പറയുന്ന വിമാനം സർവീസിലുണ്ടാവും എന്നാണ് B1 ലാൻസറിൻ്റെ ഇപ്പോഴത്തെ നിർമ്മാതാക്കളായിട്ടുള്ള ബോയിങ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു ബോംബർ എന്ന നിലയിൽ വളരെയധികം വ്യത്യസ്തമാണ് നമ്മുടെ B1 ലാൻസർ. അതായത് പേലോഡ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ, വായിക്കാൻ പറ്റുന്ന ബോംബുകളുടെ കാര്യത്തിൽ ഇത് B-52നേക്കാളും മുന്നിലാണ്. എന്നാൽ വേഗതയുടെയും അജിലിറ്റിയുടെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു ഫൈറ്റർ വിമാനം പോലെ പ്രവർത്തിക്കുന്ന ബോംബറാണ് B1 ലാൻസർ. അപ്പോൾ ഇതാണ് അമേരിക്കയുടെ വിഖ്യാതമായ B1 ലാൻസർ എന്ന സൂപ്പർ സോണിക് സ്ട്രാറ്റജിക് ബോംബറിൻ്റെ കഥ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.